Hi students, welcome to our basic science class, and today we are going to start the new chapter, that is chapter 3, acids and alkalis. Acids and alkalis എന്ന് പറഞ്ഞ ചാപ്റ്റർ തുടങ്ങാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടോ മുൻപ് ആസിഡ്സും ആൽക്കലീസ് എന്നൊക്കെ പറയുന്നതും? ഐ ഹോപ്പ് യു ഹാവ് ഹേർഡ് അബൌട്ട് ആസിഡ്സ് അല്ലേ? ആസിഡ്സ് എന്ന് പറയുന്നത് നിങ്ങൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് വിത്ത് ലിറ്റ്മസ് പേപ്പർ. നമുക്ക് ലിറ്റ്മസ് പേപ്പർ എന്താണ്, അതുപോലെ ഹിബിസ്കസ് പേപ്പർ എന്താണ് എന്നുള്ളതൊക്കെ ഫസ്റ്റ് നോക്കാം. ബിക്കോസ് ദേ ആർ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ടു ഡിറ്റക്ട് ദ ആസിഡ്സ് ആൻഡ് ആൽക്കലീസ്. ആസിഡ്സിനെയും ആൽക്കലീസിനെയൊക്കെ തിരിച്ചറിയാൻ ഉപയോഗിക്കുന്ന പേപ്പേഴ്സാണിത്. അപ്പോൾ അതെന്താണെന്ന് നോക്കാം. സോ ലിറ്റ്മസ് പേപ്പർ ക്യാൻ ബി സീൻ ഇൻ ലബോറട്ടറീസ് അല്ലേ? നമ്മൾ ലാബുകളിലെ സയൻസൊക്കെ ചെയ്യുന്ന നമ്മുടെ കെമിസ്ട്രി ലാബുകളിലൊക്കെ ധാരാളം ലിറ്റ്മസ് പേപ്പർ കാണാം. So litmus paper is commonly used instead of hibiscus paper. പണ്ട് ഈ ലിറ്റ്മസ് പേപ്പറിൻ്റെ പകരമായിട്ടൊക്കെ യൂസ് ചെയ്തിരുന്നത് ഹിബിസ്കസ് പേപ്പർ ആയിരുന്നു. പക്ഷേ പിന്നീട് നമ്മൾ എന്താണ് ഇപ്പോൾ യൂസ് ചെയ്യുന്നത്? ലിറ്റ്മസ് പേപ്പർ നമുക്ക് ഇതുപോലെ തന്നെ വാങ്ങിക്കാൻ കിട്ടും. ആൻഡ് ദേ ആർ അവൈലബിൾ ഇൻ റെഡ് കളർ ആസ് വെൽ ആസ് ബ്ലൂ കളർ. റെഡ് കളറിലും അവൈലബിൾ ആണ്, അതേപോലെ ബ്ലൂ കളറുള്ള ലിറ്റ്മസ് പേപ്പർ ഉണ്ടാവും. അതെന്തിനാന്നൊക്കെ ഉള്ളത് നമ്മൾ വഴിയെ പഠിക്കും കേട്ടോ. എന്തുകൊണ്ടാണ് റെഡ് കളറും ബ്ലൂ കളറും ഉണ്ടാവുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, നൗ വി ക്യാൻ ടോക്ക് അബൌട്ട് ആസിഡ്സ്. ആസിഡ്സ് ഏതിലൊക്കെയാണ് കാണുക, ഏതൊക്കെ സബ്സ്റ്റൻസിലാണ് നമുക്ക് ആസിഡ്സിൻ്റെ പ്രസൻസ് ഉള്ളത് നോക്കാം. ലെമൺ ജ്യൂസ് നമ്മൾ വളരെ ഫെമിലിയർ അല്ലേ? നാരങ്ങയുടെ നീര്, അതുപോലെ തന്നെ ബട്ടർ മിൽക്ക്, ടാമറിൻഡ്, വിനെഗർ, അതിലൊക്കെ എന്തുണ്ട്? ദേ ഓൾ കണ്ടെയ്ൻ സർട്ടൻ ആസിഡ്സ്. ഓക്കെ, ആസിഡ്സ് എന്ത് ചെയ്യുന്നോ? ആസിഡ്സ് ഓൾവേസ് ടേൺ ലിറ്റ്മസ് പേപ്പർ ഇൻ ടു റെഡ്, അല്ലെങ്കിൽ ലിറ്റ്മസ് പേപ്പർ ഈസ് റെഡ് ഇൻ ആസിഡ്. ആസിഡ് കണ്ടെയ്ൻ ചെയ്ത സബ്സ്റ്റൻസിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ലിക്വിഡിൽ മുക്കിയാൽ നമ്മുടെ ലിറ്റ്മസ് പേപ്പർ എന്ത് കളറാവും എന്നറിയോ? റെഡ് കളറാവും. ഓക്കെ, സോ ലിറ്റ്മസ് പേപ്പർ ഈസ് റെഡ് ഇൻ ആസിഡ്. ഓക്കെ, ആൻഡ് ഓൾ ആസിഡ്സ് ഹാവ് സോർ ടേസ്റ്റ്. അധികവും ഈ ആസിഡുകൾ അടങ്ങിയിട്ടുള്ളതിനൊക്കെ ഒരു പുളിയായിരിക്കും. ഇപ്പം നമ്മൾ പറഞ്ഞ എക്സാമ്പിളിലൊക്കെ എല്ലാത്തിനും ഒരു പുളിരസമാണ് ഉണ്ടായിരിക്കുക കേട്ടോ. അങ്ങനെയല്ലേ? ലെമൺ ജ്യൂസൊക്കെ നല്ല പുളിയല്ലേ? നാരങ്ങയുടെ നീരും ശുർക്ക, വിനെഗർ അല്ലേ, അതേപോലെ പുളി, ടാമറിൻഡോ ഒക്കെ ഒരു സോർ ടേസ്റ്റാണ്. അപ്പോൾ ആസിഡ് അടങ്ങിയിട്ടുള്ള എല്ലാത്തിനും എന്തായിരിക്കും? ഒരു പുളിരസമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയായിരിക്കും? സോർ ടേസ്റ്റ് ആയിരിക്കും. ലിറ്റ്മസിൻ്റെ കളർ എന്തായിരിക്കും? ആസിഡ്സിൽ റെഡ് കളറായിരിക്കും. കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണേ. അതേപോലെ തന്നെ ആസിഡ് പ്രസൻറ്റ് ഇൻ ഫുഡ് സബ്സ്റ്റൻസസ് ആർ വെരി വീക്ക്. ഫുഡ് സബ്സ്റ്റൻസിൽ ആസിഡ്സ് അടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതിലൊക്കെ ഇപ്പോൾ ഫുഡ് സബ്സ്റ്റൻസ് അല്ല, അതൊക്കെ വളരെ വീക്കാണ്. വളരെ വീക്കായിട്ടുള്ള ആസിഡ്സ് ആണ്. അത് എത്തിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. സാധാരണ നമ്മൾ ആസിഡ്സ് എപ്പോഴും നല്ല ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ പറയേണ്ട കാര്യങ്ങളാണ് അല്ലേ? എപ്പോഴും അങ്ങനെ കേട്ടിട്ടില്ലേ നിങ്ങൾ? ആസിഡ്സൊക്കെ എടുക്കുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിക്കണം എന്നൊക്കെ. ഓക്കെ, അപ്പോൾ അതൊക്കെ ഫുഡിലുള്ള ആസിഡ്സൊക്കെ വളരെ വീക്കാണ്. ഓക്കെ, പക്ഷേ കുറച്ച് സ്ട്രോങ് ആസിഡ്സും ഉണ്ട്. അതിന് എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് അറിയുമോ? ഹൈഡ്രോക്ലോറിക് ആസിഡ്, നൈട്രിക് ആസിഡ്, സൾഫ്യൂരിക് ആസിഡ്, അങ്ങനെ ധാരാളം ആസിഡ്സ് ഉണ്ട്. അതൊക്കെയാണ് കോമൺ ആയിട്ട് നമ്മൾ ലബോറട്ടറിയിൽ യൂസ് ചെയ്യുക. അപ്പോൾ അതൊക്കെ ദേ ഓൾ ആർ എക്സാമ്പിൾസ് ഫോർ സ്ട്രോങ് ആസിഡ്സ്. അതൊക്കെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ് ആണ്. നമ്മുടെ ലാബിൽ യൂസ് ചെയ്യുന്ന ഹൈഡ്രോക്ലോറിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും നൈട്രിക് ആസിഡും ഒക്കെ വളരെ സ്ട്രോങ് ആസിഡ്സ് ആണ്. അപ്പോൾ അതൊക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. എന്തൊക്കെ ശ്രദ്ധിക്കണം? അത് ടേസ്റ്റ് ചെയ്യാനൊന്നും നോക്കരുത്. ആൻഡ് ഡോണ്ട് ടച്ച് ഇറ്റ് വിത്ത് ബെയർ ഹാൻഡ്സ്. ഡു നോട്ട് സ്മെൽ. അത് നന്നായിട്ട് മൂക്കിലോട്ട് വലിച്ചു കയറ്റാനൊന്നും പാടില്ല. ഡു നോട്ട് ലെറ്റ് ഇറ്റ് ഫോൾ ഓൺ ദ ബോഡി. നമ്മുടെ ശരീരത്തിൽ എവിടെ ആക്കാനൊന്നും പാടില്ല. അതെപ്പോഴും ഒരു ബോട്ടിൽ നിന്ന് എടുക്കുമ്പോൾ നമ്മളൊരു ഡ്രോപ്പർ ഉപയോഗിച്ചിട്ട് വേണം എടുക്കാൻ. അതേപോലെ തന്നെ എന്താണ്, ഹോൾഡർ വേണം. അപ്പോൾ ടെസ്റ്റ് ട്യൂബിലൊക്കെ നമ്മൾ ഇത്തരത്തിലുള്ള സ്ട്രോങ് ആസിഡ്സ് ഒക്കെ ഉപയോഗിക്കുമ്പോഴേ ടെസ്റ്റ് ട്യൂബ് യൂസ് ചെയ്തിട്ട് വേണം പിടിക്കാൻ. കാരണം അത്രയും സ്ട്രോങ് ആണ് ഈ ആസിഡ്. അത് നമ്മുടെ മേലിലൊക്കെ വന്ന് വീണാൽ പൊള്ളും, അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആസിഡ്സ്. ഓക്കെ, അപ്പം നിങ്ങൾ ഇനി ഇത്തരത്തിലുള്ള സ്ട്രോങ് ആസിഡ്സ് കൊണ്ടുള്ള കളികളൊക്കെ ചെയ്യുമ്പോഴേ ഇനി ഹയർ ക്ലാസ്സിലൊക്കെ എത്തുമ്പോൾ നമുക്ക് കെമിസ്ട്രി ലാബിലൊക്കെ ഇതുപോലെ ആസിഡൊക്കെ വെച്ചിട്ട് ഒരുപാട് എക്സ്പെരിമെൻറ്റ്സ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ കാര്യങ്ങളൊക്കെ ഓർക്കണം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം അത് കൈകാര്യം ചെയ്യാൻ കേട്ടോ. പക്ഷേ നമ്മുടെ ഫുഡിലുള്ള ആസിഡ്സൊക്കെ വളരെ വീക്കാണെന്ന് പറഞ്ഞു. അതൊന്നും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളുള്ള കാര്യമല്ല അല്ലേ? നമ്മൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞില്ലേ? കുറച്ച് ഫുഡ് ഐറ്റംസിൽ ആസിഡ്സ് പ്രസൻ്റ് ആയത്
ഏതൊക്കെയാണെന്ന് പറഞ്ഞ്? ബട്ടർ മിൽക്ക് പറഞ്ഞിരുന്നു. ബട്ടർ മിൽക്കിലുള്ള ആസിഡാണ് ലാക്റ്റിക് ആസിഡ്. വിനെഗറിലോ അസറ്റിക് ആസിഡാണുള്ളത്. ടാമറിൻഡിൽ ടാർട്ടാറിക് ആസിഡാണുള്ളത്. ലെമണിൽ സിട്രിക് ആസിഡും ആപ്പിളിൽ മാലിക് ആസിഡുമാണ്. അപ്പോൾ ഈ പറയുന്ന ഫുഡ് സബ്സ്റ്റൻസിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്സിൻ്റെ പേരാണിത്. ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കണേ ഈ കാര്യങ്ങളൊക്കെ. അപ്പം ഈ സബ്സ്റ്റൻസിൽ അടങ്ങിയിട്ടുള്ള ആസിഡ്സൊക്കെ വളരെ വീക്കാണെന്ന് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, സോ വി ഹാവ് ഡിസ്കസ് സം ഓഫ് ദ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ് അല്ലേ. ആസിഡിൻ്റെ കുറച്ചൊക്കെ പ്രോപ്പർട്ടീസ് മനസ്സിലായില്ലേ? അതിൻ്റെ ടേസ്റ്റ് സോർ ടേസ്റ്റ് ആയിരിക്കും, പുളിയായിരിക്കും. അതുപോലെ ആസിഡ് അടങ്ങിയിട്ടുള്ളതിൽ ലിറ്റ്മസ് പേപ്പർ റെഡ് കളറായിട്ടാണ് കാണിക്കുക. അതേപോലെ ഫുഡ് ഐറ്റംസിലൊക്കെ കുറച്ച് ആസിഡ് ഉണ്ട്, അത് വളരെ വീക്കാണ്. പക്ഷേ ദർ ആർ ഓൾസോ സം സ്ട്രോങ് ആസിഡ് വിച്ച് മേ ബി യൂസ്ഡ് ഇൻ ലാബ് അല്ലേ. ലബോറട്ടറീസിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സ്ട്രോങ് ആസിഡ് ഉണ്ട് എന്നൊക്കെ മനസ്സിലായി. ഇനി നമുക്ക് ആസിഡ് മെറ്റലുമായിട്ട് കമ്പൈൻ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. വാട്ട് ഹാപ്പൻസ് വെൻ ആസിഡ്സ് ആൻഡ് മെറ്റൽസ് കമ്പൈൻ? ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ടേക്ക് സം ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇൻ എ ടെസ്റ്റ് ട്യൂബ് ആൻഡ് പുട്ട് എ പീസ് ഓഫ് സിങ്ക് ഇൻ ടു ഇറ്റ്. നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതിൽ കുറച്ച് ഡൈല്യൂട്ട് ആയിട്ടുള്ള ഹൈഡ്രോക്ലോറിക് ആസിഡ് ഒഴിച്ചു. എന്നിട്ട് നമ്മൾക്ക് അതിലൊരു ചെറിയ പീസ് ഓഫ് സിങ്ക് ഒരു മെറ്റലാണ്, നല്ലൊരു മെറ്റലാണ് സിങ്ക്. അപ്പം അതിൽ പ്ലേസ് ചെയ്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ക്ലോസ് ദ മൗത്ത് ഓഫ് ദ ടെസ്റ്റ് ട്യൂബ് വിത്ത് എ തമ്പ് നമ്മുടെ തള്ളവിരൽ യൂസ് ചെയ്തിട്ട് നമ്മുടെ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ മൗത്ത് ഭാഗമല്ലേ, മുകളിലത്തെ ഭാഗം ഒന്ന് കുറച്ച് നേരം ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിടിക്കുക. എന്നിട്ട് നമ്മളൊരു മാറ്റ് സ്റ്റിക്ക് ലൈറ്റ് ചെയ്തിട്ട് ഇതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. ഈ ഫിഗറിൽ കാണുന്നില്ലേ നിങ്ങൾക്ക്? ഒരു തീപ്പെട്ടി കൊള്ളി കത്തിച്ചിട്ട് അതിനടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ എന്താ ഒബ്സർവേഷനാണ് നമുക്ക് കാണാൻ പറ്റുക? വെൻ ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് റിയാക്ട് വിത്ത് സിങ്ക് ഹൈഡ്രജൻ ഈസ് പ്രൊഡ്യൂസ്ഡ്. അപ്പം നമുക്ക് എന്താണ്? ഹൈഡ്രജൻ ഗ്യാസ് അതിന്ന് വരുന്നതായിട്ട് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് കാണാൻ പറ്റുക? നമ്മുടെ ആ തമ്പ് നമ്മൾ എടുക്കണം കേട്ടോ. നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ അടച്ചു പിടിച്ചിരുന്നു, പിന്നെ മാച്ച് സ്റ്റിക്കൊക്കെ കൊണ്ടുവന്നു, ലൈറ്റ് കത്തിച്ചു. എന്നിട്ട് നമ്മൾ തമ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് ധാരാളം ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ് ചെയ്യും. ഹൈഡ്രജൻ എന്താണെന്നറിയോ? അതൊരു ഇൻഫ്ലേമബിൾ ഗ്യാസാണ്. ഇൻഫ്ലേമബിൾ പറഞ്ഞാൽ അത് പെട്ടെന്ന് കത്തുന്ന അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കുന്ന അല്ലെങ്കിൽ ഇൻഫ്ലെയിം ചെയ്യുന്ന ഗ്യാസാണ് ഹൈഡ്രജൻ. സോ ഹൈഡ്രജൻ ഗ്യാസ് ഇവോൾവ്സ് ഫ്രം ദ ടെസ്റ്റ് ട്യൂബ് ആൻഡ് ബേൺസ് വിത്ത് എ ലോ നോയ്സ് ആൻഡ് ലൈറ്റഡ്. അപ്പോൾ ഹൈഡ്രജൻ ഗ്യാസ് എപ്പോഴും നല്ല കുറച്ച് ശബ്ദവും കുറച്ച് വെളിച്ചമൊക്കെ ഉണ്ടായിട്ടാണ് അത് ബേൺ ചെയ്യുക. അപ്പോൾ ഹൈഡ്രജൻ ഒരു ഇൻഫ്ലെയിമബിൾ ഗ്യാസാണ് കേട്ടോ. അപ്പോൾ എന്താണ് അതെന്ന് മനസ്സിലാക്കേണ്ടത്? വെൻ ആസിഡ് കമ്പൈൻഡ് വിത്ത് എ മെറ്റൽ എന്താണ് ഫോം ചെയ്യുക? ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ഫോംഡ് ആൻഡ് ഹൈഡ്രജൻ ഈസ് ആൻ ഇൻഫ്ലെയിമബിൾ ഗ്യാസ്. ഇൻഫ്ലെയിമബിൾ പറഞ്ഞാൽ പെട്ടെന്ന് കത്തുന്ന ഒരു വാതകമാണ്. ഓക്കെ, മനസ്സിലാക്കുന്നുണ്ടോ? അപ്പം നമ്മൾ ആസിഡിൻ്റെ കൂടെ നമ്മൾ ഏതെങ്കിലും ഒരു മെറ്റൽ, ഇപ്പം നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് സിങ്ക് ആയിരുന്നു അല്ലേ, അതുപോലെ ഏതെങ്കിലും ഒരു മെറ്റൽ നമ്മൾ ആഡ് ചെയ്യുമ്പോൾ അത് രണ്ടും റിയാക്ട് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഹൈഡ്രജൻ ഗ്യാസാണ് ഫോം ചെയ്യുക. ഹൈഡ്രജൻ എപ്പോഴും ഒരു ഇൻഫ്ലെയിമബിൾ ഗ്യാസാണ് എന്നുള്ളത് ഓർക്കണം. ഇനി നമുക്കൊരു ഹൈഡ്രജൻ ബലൂൺ എങ്ങനെ ഉണ്ടാക്കുന്നത് അപ്പം ഒന്ന് മനസ്സിലായോ? എങ്ങനെ ഹൈഡ്രജൻ ബലൂൺ ഉണ്ടാക്കാം? നമ്മൾ പഠിച്ചു ഡൈല്യൂട്ട് ആസിഡ് അല്ലേ. നമ്മളിപ്പോൾ നേരത്തെ എടുത്തിരുന്നത് ഡൈല്യൂട്ട് ഹൈഡ്രോക്ലോറിക് ആസിഡ് ആയിരുന്നു അല്ലേ. അപ്പോൾ ഒരു ഡൈല്യൂട്ട് ആസിഡിൽ ഒരു മെറ്റൽ, ഫോർ എക്സാമ്പിൾ സിങ്ക് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിങ്ക് ഒരു ബോട്ടിലിൽ ഇട്ട് വെച്ചിട്ട് നോക്കി അതിൻ്റെ മൗത്ത് പാർട്ടിൽ നമ്മളൊരു ബലൂൺ വെച്ചു. ഓക്കെ, ബലൂൺ ഇങ്ങനെ അതിലോട്ട് തുറന്ന് വെക്കുമ്പോൾ അതിൽ നിന്ന് എന്ത് ഗ്യാസാണ് ഇവോൾവ് ചെയ്യുക? ഹൈഡ്രജൻ ഗ്യാസാണ് ഇവോൾവ് ചെയ്യുക അല്ലേ. അപ്പോൾ ആ ബലൂണിൽ നിറയുന്ന ഗ്യാസ് ഏതായിരിക്കും? ഹൈഡ്രജൻ ഗ്യാസ് ആയിരിക്കും. അപ്പം നമുക്ക് എന്ത് ബലൂണാണ് കിട്ടിയത്? ഹൈഡ്രജൻ ബലൂണ് കിട്ടി. നിങ്ങൾ ഹൈഡ്രജൻ ബലൂണ് വാങ്ങിക്കാറില്ലേ? നമ്മൾ ഫെസ്റ്റിവൽസിനൊക്കെ പോകുമ്പോൾ വാങ്ങിക്കാറുണ്ട് അല്ലേ. അപ്പം നമുക്ക് ഹൈഡ്രജൻ ബലൂൺ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റിയില്ലേ. അപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ആസിഡിൻ്റെ പ്രോപ്പർട്ടീസ് പറയുമ്പോഴാണ് ഇത് ഓർക്കേണ്ടത് കേട്ടോ. നമ്മൾ ആസിഡിൻ്റെ കൂടെ മെറ്റൽ ആഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുമ്പോൾ ഹൈഡ്രജന് ഫോം ചെയ്യും. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ആസിഡുകളൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ള ബോട്ടിൽസ്, നമ്മുടെ ലാബിലൊക്കെ പോയാൽ ഒരുപാട് ആസിഡ് ബോട്ടിൽസ് കാണും. അതിൻ്റെ സ്റ്റോപ്പർ അല്ലെങ്കിൽ അത് മൂടി വെച്ചിട്ടുള്ള അടപ്പ് മെറ്റൽ കണ്ടെയ്നേഴ്സ് കൊണ്ട് ആയിരിക്കില്ല. ഓക്കെ, അത് മെറ്റൽ കണ്ടെയ്നേഴ്സ് യൂസ് ചെയ്യാത്തതിൻ്റെ റീസൺ ഇതാണ്. ദ ആസിഡ് കണ്ടെയ്ൻ ഇൻ ദ ബോട്ടിൽ വിൽ റിയാക്ട് വിത്ത് ദ മെറ്റൽ. അതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ സ്റ്റോപ്പേഴ്സ്, ആസിഡ് ബോട്ടിലിൻ്റെ മൂടികളൊക്കെ വേറെ മെറ്റൽ കൊണ്ടല്ലാത്ത ഒബ്ജക്ട്സ് കൊണ്ട് വെക്കുന്നത്. അതുപോലെ തന്നെയാണ്
പിക്കിൾസിൻ്റെ കേസ്, നമ്മുടെ വീടുകളിലൊക്കെ പിക്കിൾസ് ഉണ്ടാക്കൂലേ, അച്ചാർ ഉണ്ടാക്കും, അതിനൊരു ആസിഡിക് നേച്ചറാണ് ഉള്ളത് അച്ചാറിന്. അപ്പോൾ അതുകൊണ്ട് തന്നെ അച്ചാറുകളൊക്കെ മൂടി വെച്ചിട്ടുള്ളതൊന്നും മെറ്റൽ കണ്ടെയ്നേഴ്സിൽ സ്റ്റോർ ചെയ്യരുത് എന്ന് പറയും. കാരണം മെറ്റൽ കണ്ടെയ്നർ ആണെങ്കിൽ ആ അച്ചാറിൽ അടങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ പിക്കിൾസിൽ അടങ്ങിയിട്ടുള്ള ആസിഡ് ദേ ഷുഡ് ഗെറ്റ് റിയാക്ട് വിത്ത് ദ മെറ്റൽസ്. ആ കണ്ടെയ്നേഴ്സിൻ്റെ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ധാരാളം ഹെൽത്ത് ഇഷ്യൂസൊക്കെ വരാം, ഹെൽത്ത് പ്രോബ്ലംസൊക്കെ വരാം ആ റിയാക്ഷൻ കൊണ്ട്. അതുകൊണ്ടാണ് നമ്മൾ അതിന് വേറെ വെസൽസിൽ, എർത്തൺ പോട്ടോ അല്ലെങ്കിൽ അലൂമിനിയം വെസലിലൊക്കെ ആയിട്ടൊക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മനസ്സിലായോ അതിൻ്റെ റീസണ്? ഓക്കെ, നൗ വി ക്യാൻ ഡു ആൻ എക്സ്പെരിമെൻറ്റ് ബൈ യൂസിങ് എഗ് ഷെൽ. എഗ് ഷെല്ലില്ലേ, മുട്ടത്തിൻ്റെ തോട് ഉപയോഗിച്ചിട്ട് നമുക്കൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാം. For that, take some dilute sulfuric acid in a test tube and add pieces of egg shell into it. നമ്മളൊരു ടെസ്റ്റ് ട്യൂബ് എടുക്കുക, അതിൽ കുറച്ച് ഡൈല്യൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് എടുക്കുക, എന്നിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് എഗ്ഗിൻ്റെ ഷെല്ലിൻ്റെ പീസ്, കുറച്ച് മുട്ടത്തോടുകൾ അതിൻ്റെ പീസാക്കിയിട്ട് നമ്മൾ അതിൽ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്? ബ്രിങ് എ ലൈറ്റഡ് മാച്ച് സ്റ്റിക്ക് എബവ് ദ ടെസ്റ്റ് ട്യൂബ്. ഓക്കെ, നമ്മൾ ആ ടെസ്റ്റ് ട്യൂബിൻ്റെ അടുത്തേക്ക് നമ്മളൊരു എന്ത് കത്തിച്ച് കൊണ്ടുവരിക? മാച്ച് സ്റ്റിക്ക്, നമ്മുടെ തീപ്പെട്ടിക്കുള്ളിൽ കത്തിച്ചിട്ട് അതിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ എന്താണ് ഹാപ്പൻ ചെയ്യുന്നത് നോക്കാം, എന്താണ് സംഭവിക്കുക. അപ്പോൾ അത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം? കാർബണേറ്റ്, വാട്ട് ഹാപ്പൻസ് വെൻ ആസിഡ് റിയാക്ട് വിത്ത് കാർബണേറ്റ് എന്ന് അറിയണം. കാർബണേറ്റുകൾ അടങ്ങിയിട്ടുള്ള സബ്സ്റ്റൻസുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഫോം ചെയ്യുകയെന്ന് മനസ്സിലാവണം. എഗ്ഗ് ഷെൽ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, നമ്മുടെ എക്സ്പെരിമെൻറ്റ് ചെയ്തത് എഗ്ഗ് ഷെൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതുപോലെ ചോക്ക് അല്ലേ, നമ്മൾ എഴുതുന്ന ചോക്ക്, അതേപോലെ മാർബിൾ, അതിലൊക്കെ എന്തുണ്ടെന്നോ? കാൽഷ്യം കാർബണേറ്റ് ഉണ്ട്. കാൽഷ്യം കാർബണേറ്റ് അടങ്ങിയിട്ടുള്ളതാണ് എഗ്ഗ് ഷെൽ, ചോക്ക്, മാർബിൾ പോലെയുള്ള വസ്തുക്കൾ. സോ വെൻ ആസിഡ് റിയാക്ട് വിത്ത് കാർബണേറ്റ്സ്, കാർബണേറ്റുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ്. കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അവിടെ ഫോം ചെയ്യുക. ആൻഡ് യു നോ ദാറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ ഗ്യാസ് വിച്ച് എക്സ്റ്റിങ്ക്യൂഷസ് ഫയർ. ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ആണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ് ഒക്കെ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഫയർമാൻ്റെ അടുത്ത് കാണാറില്ലേ ഫയർ എക്സ്റ്റിങ്ക്യൂഷേഴ്സ്? ഓക്കെ, അപ്പോൾ ദിസ് ഈസ് ദ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. ഈ പിക്ചറിൽ കാണില്ലേ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ അല്ലേ? നമ്മളെവിടെയെങ്കിലും വീടുകളിലോ എവിടെയെങ്കിലൊക്കെ തീ പിടിച്ചാൽ നമ്മൾ വിളിക്കില്ലേ ഫയർ സ്റ്റേഷനിലോട്ട് വിളിച്ചിട്ട് റെസ്ക്യൂവിന് വേണ്ടിയിട്ട് വിളിക്കാറുണ്ട്. അപ്പോൾ അവരുടെ കയ്യിൽ ഉണ്ടാവുന്നതാണ് ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ. ഈ ഫയർ എക്സ്റ്റിങ്ക്യൂഷറിൻ്റെ ഉള്ളിലുള്ള ഗ്യാസാണ് നമ്മുടെ കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് നല്ലൊരു ഫയർ എക്സ്റ്റിങ്ക്യൂഷറാണ്, അതായത് തീ കെടുത്തുന്ന ഒരു വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ നമ്മൾ എന്താണ് പഠിച്ചത്? വെൻ ആസിഡ് കമ്പൈൻസ് വിത്ത് കാർബണേറ്റ്സ്, കാർബണേറ്റ് അടങ്ങിയിട്ടുള്ള വസ്തുക്കളുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ എന്താണ് ഫോം ചെയ്യുക? കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് പ്രൊഡ്യൂസ്ഡ് അല്ലേ? നമ്മൾ പഠിച്ചു ആസിഡ് നമ്മുടെ മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്തായിരുന്നു ഫോം ചെയ്തത്? ഹൈഡ്രജൻ ആണ് ഫോം ചെയ്തത്. ഹൈഡ്രജൻ ഒരു ഇൻഫ്ലേമബിൾ ഗ്യാസ് ആണ്, കത്താൻ സഹായിക്കുന്ന വാതകമാണ്, നന്നായിട്ട് കത്തുന്ന വാതകമാണ്. മറിച്ച് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലേ കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ. വെൻ ആസിഡ് റിയാക്ട്സ് വിത്ത് കാർബണേറ്റ് അടങ്ങിയിട്ടുള്ള വസ്തുക്കളുമായിട്ട് ആസിഡ് റിയാക്ട് ചെയ്യുമ്പോൾ അവിടെ ഫോം ചെയ്യുന്ന ഗ്യാസാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡ് എന്താണ്? ഒരു ഫയർ എക്സ്റ്റിങ്ക്യൂഷറാണ്, ഫയറിനെ കെടുത്തുന്ന വാതകമാണ്. അപ്പോൾ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് പഠിച്ചു അല്ലേ? അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കുറച്ച് ജനറൽ പ്രോപ്പർട്ടീസ്, ആസിഡിൻ്റെ ജനറൽ പ്രോപ്പർട്ടീസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ്? കളർ ചോദിക്കുന്നുണ്ട്. കളർ ഓഫ് ലിറ്റ്മസ് ഇൻ ആസിഡ് നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞു. എന്തായിരുന്നു കളർ ഓഫ് ലിറ്റ്മസ് ഇൻ ആസിഡ്? വി ഹാവ് ഓൾറെഡി സ്റ്റഡീഡ് ദാറ്റ് കളർ ഓഫ് ലിറ്റ്മസ് ഇൻ ആസിഡ് ടേൺസ് റെഡ് അല്ലേ? റെഡ് കളറാണ് ലിറ്റ്മസ് പേപ്പർ ആസിഡിൻ്റെ പ്രസൻസിൽ കാണിക്കുക. സോ കളർ ഈസ് റെഡ്. ആൻഡ് വാട്ട് അബൌട്ട് ടേസ്റ്റ്? ടേസ്റ്റ് എന്താണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞല്ലോ, ഒരുപാട് എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു അല്ലേ? ടാമറിൻഡ്, വിനെഗർ, അങ്ങനെ ഒരുപാട് ഫുഡ് ഐറ്റംസിലല്ലേ ലെമൺ ജ്യൂസ്, അതിനൊക്കെ എന്ത് ടേസ്റ്റ് ആയിരുന്നു? സോർ ടേസ്റ്റ്. അപ്പോൾ ടേസ്റ്റ് എന്താണ്? സോർ, പുളിയാണ്, പുളിരസമാണ് ആസിഡ്സിന് ഉണ്ടായിരിക്കുക. അപ്പോൾ കളർ ഓഫ് ലിറ്റ്മസ് ഇൻ ആസിഡ് ഈസ് റെഡ്, ടേസ്റ്റ് ഈസ് സോർ. ആൻഡ് വാട്ട് അബൌട്ട് ദ റിയാക്ഷൻ വിത്ത് മെറ്റൽസ്? വാട്ട് ഹാപ്പൻസ് വെൻ ആസിഡ് റിയാക്ട് വിത്ത് മെറ്റൽസ്? ആസിഡുകൾ മെറ്റൽസുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഫോം ചെയ്യാന്നാണ് നമ്മൾ പഠിച്ചത്? ഹൈഡ്രജൻ അല്ലേ? ഹൈഡ്രജൻ ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ്. ഹൈഡ്രജൻ ആണ് അവിടെ ഫോം ചെയ്യുക. ആൻഡ് ദ ലാസ്റ്റ് ഈസ് റിയാക്ഷൻ വിത്ത് കാർബണേറ്റ്സ്. വാട്ട് ഫോംസ് വെൻ ആസിഡ് റിയാക്ട് വിത്ത് കാർബണേറ്റ്സ്? കാർബണേറ്റ്സുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ എന്താ ഫോം ചെയ്യാന്നാണ് പഠിച്ചത്?
കാർബൺ ഡയോക്സൈഡ്. ആൻഡ് കാർബൺ ഡയോക്സൈഡ് ഈസ് എ ഗുഡ് ഫയർ എക്സ്റ്റിങ്ക്യൂഷർ അല്ലേ? നമ്മുടെ തീനൊക്കെ കെടുത്താൻ സഹായിക്കുന്ന വാതകമാണ് കാർബൺ ഡയോക്സൈഡ് എന്നും പഠിച്ചു. അപ്പം നിങ്ങൾക്ക് ഇത്രയും ക്ലാസ്സിൽ നിന്നും നമ്മുടെ ജനറൽ പ്രോപ്പർട്ടീസ് ഓഫ് ആസിഡ്സ് മനസ്സിലായില്ലേ? കളറ് റെഡ് ആണ് എന്ന് പഠിച്ചു, ടേസ്റ്റ് സോറാണ് പഠിച്ചു, മെറ്റലുമായിട്ട് റിയാക്ട് ചെയ്താൽ ഹൈഡ്രജൻ പ്രൊഡ്യൂസ് ചെയ്യുമെന്ന് പഠിച്ചു, കാർബണേറ്റുമായിട്ട് റിയാക്ട് ചെയ്താൽ എന്ത് ഫോം ചെയ്യും? കാർബൺ ഡയോക്സൈഡ് ഫോം ചെയ്യും എന്നുള്ളത് പഠിച്ചു അല്ലേ? അപ്പോൾ ആസിഡ്സിനെ കുറിച്ച് നമുക്കൊരു ഐഡിയ കിട്ടി. ടീച്ചർ ഒരു കാര്യം കൂടെ പറയട്ടെ. നമുക്കറിയാം നമ്മളെ ഉറുമ്പ് കടിച്ചാലേ ആൻഡ്സ് ബൈറ്റിൻ്റെ സമയത്ത് നമുക്കൊരു ചെറിയ പെയിന് ഫീൽ ചെയ്യും അല്ലേ? എന്തുകൊണ്ടാണെന്നറിയോ? നമ്മളെ ഉറുമ്പ് കടിക്കുമ്പോൾ അവരുടെ ശരീരത്തിൽ ചെറിയ എമൗണ്ടിൽ ഫോമിക് ആസിഡ് ഉണ്ട്. ആ ഫോമിക് ആസിഡ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലോട്ട് ചെറുതായിട്ട് എത്തൂലേ? അപ്പോൾ ആസിഡാണ് ഫോമിക് ആസിഡ് അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു ചെറിയ പെയിന് ഫീൽ ചെയ്യുന്നത്. ഓക്കെ, സോ വെൻ ആൻഡ് ബൈറ്റ്സ് എ സ്മോൾ എമൗണ്ട് ഓഫ് ഫോമിക് ആസിഡ്, ഉറുമ്പുകളിലുള്ള ഒരു ആസിഡാണ് കേട്ടോ ഫോമിക് ആസിഡ്. സോ ഇറ്റ് എൻറ്റേഴ്സ് അവർ ബോഡി ആൻഡ് ദിസ് ഈസ് വൈ ഇറ്റ് പെയിൻസ്. അതുകൊണ്ടാണ് നമുക്ക് ആ കടിച്ച ഭാഗത്ത് ചെറിയ പെയിൻ അനുഭവപ്പെടുന്നത് എന്നുള്ളതും കൂടെ മനസ്സിലാക്കണം. നമ്മൾ ആസിഡിനെ കുറിച്ച് പഠിച്ചതല്ലേ? അപ്പോൾ നമ്മൾ ആസിഡിൻ്റെ കാര്യങ്ങൾ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാനുള്ളത് ആൽക്കലീസിനെ കുറിച്ചാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം അല്ലേ? ഇന്നേക്ക് ഇതുപോലെ. ഓക്കെ, so that's all for today. Thank you.